മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രമാണ് യോധ. സംഗീത് ശിവന്റെ സംവിധാനത്തിൽ 1992 റിലീസായ ചിത്രം ഇന്നും ആവർത്തിച്ച് കണ്ട് ആസ്വദിക്കുന്നവരാണ് മലയാളികൾ. നേപ്പാളിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ ചിത്രത്തിൽ മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ, സിദ്ധാർത്ഥ ലാമ, മധുബാല, ഉർവശി തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത്. AR റഹ്മാൻ ആദ്യമായി സംഗീതമൊരുക്കിയ മലയാള ചിത്രം കൂടിയായിരുന്നു യോധ. യോധയിലെ മറ്റെല്ലാം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചിത്രത്തിലെ കോസ്റ്റ്യൂമും. നേപ്പാളിലെ പരമ്പരാഗത വസ്ത്രങ്ങളടക്കം ധരിച്ചുള്ള കഥാപാത്രങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. മലയാളത്തിൽ അറിയപ്പെടുന്ന കോസ്റ്റ്യൂം ഡിസൈനറായ നാഗരാജ് ആയിരുന്നു ചിത്രത്തിലേക്കുള്ള വസ്ത്രങ്ങൾ ഒരുക്കിയത്. എന്നാൽ നാഗരാജിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരുന്നില്ല ആ ദൗത്യം. ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് നാഗരാജ്. മോഹൻലാലുമായി സെറ്റിൽ വെച്ച് വഴക്കുണ്ടായതും നാഗരാജ് പങ്കുവെക്കുന്നുണ്ട്. പട്ടണപ്രവേശം, നാടോടിക്കാറ്റ് എന്നീ സിനിമകളിലൊക്കെ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട് എങ്കിലും അവസാനം തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നുവെന്നാണ് നാഗരാജ് പറയുന്നത്. യോധ എന്ന സിനിമയുടെ സമയത്താണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് തനിക്കൊരു അസിസ്റ്റന്റും ഹെൽപ്പറും മാത്രമേ ഉള്ളൂ. അത് വലിയൊരു സിനിമയാണ്. അതിൽ കോസ്റ്റ്യൂമുകളൊക്കെ മാറാൻ സമയമെടുക്കുമായിരുന്നു. അതിന്റെ പേരിൽ ചില പ്രശ്നങ്ങളുണ്ടായി. മോഹൻലാൽ തന്റെ അസിസ്റ്റന്റിനോട് ദേഷ്യപ്പെട്ടു. അതിനുശേഷം അന്നു മുതൽ ഇന്നുവരെ മോഹൻലാലിനൊപ്പം സിനിമകൾ ചെയ്തിട്ടില്ല എന്ന് നാഗരാജ് വ്യക്തമാക്കുന്നു. ജോലി ചെയ്യാൻ അന്ന് ആവശ്യത്തിന് ആളില്ലായിരുന്നു. ഏകദേശം 41 ദിവസത്തോളം മര്യാദയ്ക്ക് ഉറങ്ങുക പോലും ഇല്ലാതെയാണ് ആ ജോലിയൊക്കെ ചെയ്തത്. പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറുമാണ് അധികം ജോലിയൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ അസിസ്റ്റൻസിനെ ഒഴിവാക്കിയത്. പലരും അവരുടേതായ വസ്ത്രങ്ങൾ കൊണ്ടുവരുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ വന്നവർ പലരും വെറും കയ്യോടെയാണ് വന്നത്. പലരുടെയും അടുത്ത് ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. മോഹൻലാലും കൊണ്ടുവന്നില്ല. ബോംബെയിൽ നിന്നും വലിയ ഡിസൈനറെയൊക്കെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ അയാൾക്ക് അത്ര വേഗം ഒരുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയാൾ ഒഴിവായി. 10 ദിവസത്തിൽ കൂടുതൽ കൂടി നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ അയാൾ പറഞ്ഞു. അതോടെ താനും അസിസ്റ്റന്റും കൂടി ആ സിനിമ മുഴുവൻ ചെയ്യുകയായിരുന്നുവെന്നും നാഗരാജ് പറയുന്നു. അവർക്കെല്ലാം കാര്യം നടന്നാൽ മതിയെന്നും എത്രത്തോളം അധ്വാനം വേണ്ടിവരുമെന്നതിനെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നും നാഗരാജ് പറയുന്നുണ്ട്. ഇന്നൊക്കെ ഒരു സിനിമയിൽ 10 അസിസ്റ്റന്റ്സിനെ വെച്ചാണ് പണി ചെയ്യുന്നതെന്നും നാഗരാജ് പറയുന്നുണ്ട്. യോധയിലെ ജഗദീഷ് ശ്രീകുമാറിന്റെ കറുത്ത വസ്ത്രം 2 മണിക്കൂർ കൊണ്ടൊരുക്കിയതാണ്. അതുപോലെ വില്ലന്റെ ഒപ്പം വന്ന സ്ത്രീയുടെ വേഷവും അതുപോലെ വേഗത്തിൽ ചെയ്തെടുത്തതാണ്. അന്ന് അങ്ങനെ അതൊക്കെ സാധിച്ചു. എന്നാൽ ഇന്നത് സാധിക്കുമോ എന്ന് അറിയില്ല. നമ്മുടെ കഷ്ടപ്പാടൊന്നും ആരും മനസ്സിലാക്കിയില്ല. താനായിട്ട് അങ്ങോട്ട് പോയി പറയാൻ നിന്നിട്ടില്ല എന്നും ഇന്നുവരെ ഒരു കാര്യത്തിന് പരാതി പറഞ്ഞിട്ടില്ല എന്നും അക്കാലത്ത് അങ്ങനെ ആരോടുമൊന്നും പരാതി പറയാനും കഴിയില്ലായിരുന്നുവെന്നും നാഗരാജ് പറയുന്നു. പക്ഷെ കാര്യങ്ങൾ അവർ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വസ്ത്രത്തിന്റെ കാര്യത്തിൽ അങ്ങനെ കടുംപിടുത്തങ്ങളുള്ള ആളായിരുന്നില്ല മോഹൻലാൽ എന്നും റോഡ് സൈഡിൽ നിന്നും വരെ വസ്ത്രങ്ങൾ വാങ്ങി അതൊക്കെ ഇട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നും ഞങ്ങളോടൊപ്പം വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നും നാഗരാജ് കൂട്ടിച്ചേർത്തു. എന്നാൽ മമ്മൂട്ടിക്ക് ഡ്രസ്സിൽ നല്ല ശ്രദ്ധയുണ്ടെന്നും മോഹൻലാലിന്റെ ക്യാരക്ടറിനനുസരിച്ചുള്ള എന്തെങ്കിലും വേഷം മതിയെന്നും അതിട്ടോളുമെന്നും ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല എന്നും നാഗരാജ് പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.